ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് മാൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ISL ഒക്കെ ഇല്ല, അപ്പോൾ നമ്മൾ ഇന്ന് ISL തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് അതിനോടനുബന്ധിച്ച് നമ്മളൊരു ഫുട്ബോൾ സ്കില്ല് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ സ്കില്ലിൻ്റെ പേരാണ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ അതിനുള്ള അവസരം കണ്ടിരിക്കാൻ ശ്രമിക്കുക. നല്ലൊരു സ്കില്ലാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ കിടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലുമാണ്. യെസ്, അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പറഞ്ഞ സമയങ്ങളേത് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ അറൗണ്ട് ദ വേൾഡ് എന്നുള്ള സ്കില്ല് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഫുട്ബോളാണ്. അതിന് മുമ്പേ തന്നെ നമ്മൾ ഈ അറൗണ്ട് ദ വേൾഡ് പഠിക്കുന്നതിന് മുമ്പേ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലുണ്ട്, അതായത് ജഗ്ലിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ജഗ്ലിംഗ് ഞാൻ ഇതിന് മുമ്പിലത്തെ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതിലേക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറൗണ്ട് ദ വേൾഡ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് അറൗണ്ട് ദ വേൾഡ് ചെയ്യാൻ ആദ്യമേ തന്നെ ഒരു ബോൾ വേണം. ബോൾ എടുത്തതിന് ശേഷം നമ്മൾ ജഗ്ൽ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ജഗ്ൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ജഗ്ൽ ചെയ്യുക. ജഗ്ൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും മുട്ടിന് മുകളിലേക്ക് ജഗ്ൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഓരോ ജഗ്ൽ ചെയ്തിട്ടും നമ്മൾ ജഗ്ൽ ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ജഗ്ൽ ബാലൻസ് ആവുന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ ബാലൻസ് ആവുമ്പോൾ, അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ജഗ്ൽ ചെയ്ത് ഇപ്പോൾ നമുക്കൊരു ബാലൻസ് ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിപ്പോൾ ജഗ്ൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2, 3, 4, 5, 6 ഇങ്ങനെ നമ്മൾ ജഗ്ൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാലൻസ് ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരുന്ന ബോളിനെ ജസ്റ്റ് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം, ജസ്റ്റ് ഈ ബൂട്ടിൻ്റെ ഈ ഭാഗം വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വരിക. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യാൻ വളരെ പാടായിരിക്കും. ഞാനും പഠിച്ച് ഏകദേശം ഒരു 2-3 മാസം എടുത്തു പഠിച്ച് തീർക്കാൻ വേണ്ടി. അത്രയ്ക്കും ടഫായിട്ടുള്ള സ്കില്ലാണ്, പക്ഷേ ചെയ്തു വരുമ്പോൾ വളരെ ഈസിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8 ജസ്റ്റ് ഒരു മിനിറ്റ് 2, 3, 4, 5, 6, 7, 8 ഉണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ സംഭവം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ബൂട്ട് ഇട്ടാണെങ്കിലും ഇടാതെയാണ് ചെയ്യുന്നതെങ്കിലും ജസ്റ്റ് നമ്മുടെ ബൂട്ടിൻ്റെ ഈ ഭാഗം വെച്ച് ജഗ്ൽ ചെയ്യുക. ഈ ഭാഗം വെച്ച് കറക്കി എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഫ്രണ്ട് വെച്ച് കറക്കി ഇറക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എന്തുവാണ് അറൗണ്ട് ദ വേൾഡ് കറങ്ങി വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബൂട്ടിൻ്റെ ഈ ഭാഗം വെച്ച് നമ്മളൊന്ന് കറക്കി എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഫുൾ ടോട്ടലായിട്ട് ഇങ്ങനെ കറക്കി എടുക്കുക. അത് നമുക്ക് അതേസമയം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സ്പീഡാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നല്ല സ്പീഡിൽ ഇങ്ങനെ കറക്കി എടുക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ തട്ടി പോവുകയായിരിക്കും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്കില്ലാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി നടക്കുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ പുതിയ വീഡിയോസും ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ISL ആയതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോസ് വേറെ കാണാം. അതായിരിക്കും ബൈ.